നമസ്കാരം, ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്ന ആളുകളോടാണ് നിങ്ങൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസുകൾ എന്തായാലും എടുക്കേണ്ടി വരും. ഓക്കെ, ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് എക്സംഷൻ കാറ്റഗറിയിൽ കൊടുത്തുകൊണ്ട് വയർമാൻ പെർമിറ്റ് എടുക്കാം. അല്ലാത്തവർക്ക് ഒരു കോൺട്രാക്ട് കീഴിൽ രജിസ്റ്റർ ചെയ്ത് അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വയർമാൻ പെർമിറ്റ് എടുക്കാനുള്ള അവസരം ഉണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു വയർമാൻ പെർമിറ്റ് എടുക്കണം എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് അതിലേക്ക് ഇറങ്ങാൻ തയ്യാറാവണം. നിലവിലെ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും മിനിമം 1.5 വർഷം ഡിലേ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചോളൂ, സമയം കളയരുത്. ഓക്കെ, നമ്മൾ വയർമാൻ പെർമിറ്റ് പരീക്ഷയ്ക്ക് വേണ്ട പുതിയ ബാച്ചുകൾ, ഓൺലൈൻ ബാച്ചുകൾ ഒക്ടോബർ മാസത്തിൽ ആരംഭിക്കുന്നുണ്ട്. നിലവിൽ 2024 നോട്ടിഫിക്കേഷൻ പ്രകാരം ഉള്ള പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് 2025 പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷയാണ് വരാനുള്ളത്. 2024 വരെ അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്തവർക്കാണ് അടുത്ത പരീക്ഷ എഴുതാൻ കഴിയുക. നിലവിൽ പരീക്ഷ എഴുതി പരാജയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കും എഴുതാൻ കഴിയും. അപ്പോൾ ഒക്ടോബർ ആദ്യ വാരം നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. നമുക്ക് ആദ്യഘട്ടം ഓൺലൈൻ ക്ലാസ്സാണ് ആരംഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു.